അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാൻ കുറേ നാളായിട്ട് പെയിൻറ്റിങ് വലിയ പെയിൻറ്റർ നല്ല ആർട്ടിസ്റ്റൊന്നുമല്ല, ജസ്റ്റ് ബേസിക് പെയിൻറ്റിങ്സ് ഒക്കെ ചെയ്യും. അക്രിലിക്കാണ് കൂടുതലും ചെയ്യാൻ ഇഷ്ടം. അക്രിലിക് കൊണ്ടുള്ള നമ്മുടെ അക്രിലിക് പോറിംഗ് ഉണ്ട്, അക്രിലിക് അബ്സ്ട്രാക്ട് വർക്ക് ഉണ്ട്, പിന്നെ മ്യൂറൽ കുറച്ച് 1-2 ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ വർക്കാണ് കൂടുതൽ ഇഷ്ടം. അബ്സ്ട്രാക്ട് ഒക്കെ ചെയ്യുന്ന സമയത്ത് പലർക്കും കാണുന്നവർക്ക് ചിലപ്പോൾ ഇഷ്ടാവാറില്ല, ചില ആൾക്കാർക്ക് നല്ല ഇഷ്ടാവാറുണ്ട്. അപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയ സ്ഥിതിക്ക് ഞാൻ വിചാരിച്ചു ഒന്ന് പഴയ ഇതൊക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കാമെന്ന്. അതിൻ്റെ ശ്രമത്തിലാണുള്ളത്. 1 വർഷത്തിൽ കൂടുതലായി ചിത്രമൊക്കെ വരച്ചിട്ട്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ ഞാൻ ക്യാൻവാസിൻ്റെ കവറൊക്കെ അയക്കുകയാണ്. ഭയങ്കര സാറ്റിസ്ഫൈയിങ് ആണ് കേട്ടോ കവർ അയക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ക്യാൻവാസിൽ ബേസായിട്ട് വാട്ടർ അപ്ലൈ ചെയ്യാണ്. പിന്നെ ബാക്കി പെയിൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യാന്ന് വെച്ചു. അതിൻ്റെ കൂടെ തന്നെ എല്ലാവരുടെയും സപ്പോർട്ട് വേണമെന്ന് പറഞ്ഞ പോലെ തന്നെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം തുടക്കക്കാരൻ എന്ന നിലയിൽ അത് നല്ല രീതിയിൽ എനിക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനൊരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ അപ്ലൈ ചെയ്തു ഒരു സൈഡിൽ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ വൈറ്റ് കളറാണ് അപ്ലൈ ചെയ്തത്. വൈറ്റും ബ്ലൂവും ലൈറ്റ് ബ്രൗണും വരുന്ന കോമ്പിനേഷനിലാണ് ഈ വർക്ക് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഒരു മൗണ്ടെയിൻ, അതായത് നമ്മുടെ ഹിമാലയയിലൊക്കെ കാണുന്ന പോലെയുള്ള ഒരു മൗണ്ടെയിൻ പാറ്റേണിലാണ് ചെയ്യാൻ വിചാരിക്കുന്നത് കേട്ടോ. ഒരു അബ്സ്ട്രാക്ട് വർക്കാണിത്. ഒരു അബ്സ്ട്രാക്ട് വർക്കിൽ ഒരു ഇമേജ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനാണ് ശ്രമിച്ചത്. കുറേ നാളായി പെയിൻറ്റ് ചെയ്തത് കാരണം തന്നെ ആദ്യം ക്യാൻവാസും ബ്രഷും നൈഫൊക്കെ എടുത്തപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നൈഫ് എന്ന് പറയുന്നത് ഇതിൽ ഉപയോഗിക്കുന്ന നൈഫാണ് കേട്ടോ, അല്ലാതെ കത്തിയല്ല. അങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്തു. ഞാൻ ബ്ലൂ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാണ്. ഇത് ചെയ്യുന്നതിനിടക്ക് തന്നെ 3 പ്രാവശ്യം എൻ്റെ ഡ്രസ്സിൽ പെയിൻ്റായി. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഡ്രസ്സ് നനഞ്ഞിരിക്കുന്നത്, കണ്ടാൽ മനസ്സിലാവും. 3 പ്രാവശ്യം ഞാൻ പോയി കഴുകും. അതായത് ആദ്യം വന്നിട്ട് അവിടെ മുട്ടും. കാരണം ഇത് ക്യാൻവാസ് വേറെ എവിടെയും വെച്ചിട്ടില്ലല്ലോ, ഈ ടേബിളിൻ്റെ മുകളിൽ തന്നെ അവിടെ നടക്കുന്നതിനിടയിൽ ഇതിൽ പെയിൻ്റ് ആവുന്നുണ്ട് ഡ്രസ്സിൽ. ഇനിയിപ്പോൾ അത് പിന്നീട് ലാസ്റ്റൊക്കെ ആകുമ്പോൾ ശരിയായി, പക്ഷേ ആദ്യം കുറച്ച് കഷ്ടപ്പെട്ടു. ഏകദേശം വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെയിൻറ്റിങ് ഇഷ്ടപ്പെട്ടു, കാണുന്നവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കമൻസിൽ അറിയിക്കുക എന്താണ് അഭിപ്രായം. എവിടെയെങ്കിലും ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ അത് പറയാം. കാരണം പെയിൻറ്റിങ് ഇത് കംപ്ലീറ്റ് ആയെന്ന് വെച്ചാൽ എനിക്കിത് കംപ്ലീറ്റ് ആയി. പക്ഷേ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് ആഡ് ഓൺ ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ആക്ച്വലി ഞാൻ ഇന്നലെ ചെയ്ത പെയിൻറ്റിങ്, ഇതിന് മുന്നേ ഞാൻ ആ പെയിൻറ്റിങ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഇടും. ഇതിൽ കൂടി ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതായത് ഇതിൻ്റെ പെയിൻറ്റിങ് ഒക്കെ ചെയ്ത് ഡ്രൈ ആയി ഇതൊക്കെ. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് വന്ന കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ താങ്ക് യു എല്ലാവരുടെയും സപ്പോർട്ടിന്. പുതിയൊരു വീഡിയോയിലേക്ക് കാണാം. പെയിൻറ്റിങ്സ് ഒക്കെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ പറയാം, പുതിയ പെയിൻറ്റിങ്സ് ഒക്കെ ചെയ്യാൻ ഒരു പ്രോത്സാഹനമാവും. ഓക്കെ, ബൈ, ടേക്ക് കെയർ.